ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. പാർലമെന്റിലെ സാഹചര്യവും വിഭിന്നമല്ല. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉയർത്തിയത്. അതിനെ എതിർക്കാൻ ഭരണപക്ഷം കഴിയുന്നത്ര ശ്രമിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒപ്പം കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നു. ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇതൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി പാർലമെന്റിന്റെ ഇരുസഭകളും ഏതാണ്ട് പ്രക്ഷുബ്ധമാണ്. ലോക്സഭ നിമിഷങ്ങൾ മാത്രമാണ് നടപടിക്രമങ്ങൾ നടത്താൻ കഴിഞ്ഞത്. പ്രധാനമായും US വ്യാപാര കരാർ, കൂടാതെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ച സംഭവം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഇരുന്നതാണ്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് തിരിയുകയായിരുന്നു. ഇന്ന് 11 മണിക്ക് ലോക്സഭ വീണ്ടും സമ്മേളിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇരുസഭകളിലും ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയും. ലോക്സഭയിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനിടെയായിരിക്കും പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരിക. അതേസമയം രാജ്യസഭയിൽ വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ US വ്യാപാര കരാർ തന്നെയാണ് പ്രധാന വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി പീയൂഷ് ഗോയൽ മറുപടി ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നെങ്കിലും പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. ഇതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾ BJP അംഗം നിഷികാന്ത് ദുബെ സഭയിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷത്തെ ഏറെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധത്തിനും ഇന്നലെ ഭരണപക്ഷം തുടക്കം കുറിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി അവഹേളിച്ചുവെന്നും അദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് വിളിച്ചുവെന്നും അത് സിഖ് മതത്തിനെതിരായ അധിക്ഷേപമാണ് എന്നും ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇന്നും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ജമ്മു കശ്മീരിൽ 2 ഇടങ്ങളിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു കശ്മീരിലെ കിഷ്തറിലും ഒപ്പം തന്നെ ഉദ്ധംപൂരിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. കിഷ്തറിലെ ഛത്രുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ 1 ഭീകരനെ വധിച്ചിരുന്നു. ഉദ്ധംപൂരിൽ 2 ഭീകരരെ വധിച്ചിരുന്നു. ഇത്തരത്തിൽ 2 ഓപ്പറേഷനുകളിലായി കഴിഞ്ഞ ദിവസം 3 ഭീകരരെ വധിച്ചു. ശത്രു മേഖലയിൽ 2 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ആ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. അതേസമയം ഡൽഹിയിലെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലായി മൂടൽമഞ്ഞ് വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ അത് വ്യോമഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ 5 വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി 0-ന് നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അന്തരീക്ഷ മലിനീകരണം അല്പം കുറഞ്ഞിട്ടുണ്ട്. ആശ്വാസമുണ്ടെങ്കിൽ പോലും മൂടൽമഞ്ഞ് വീണ്ടും കനക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ ഉൾപ്പെടെ ഇന്നുമുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളുടെ സൂചനകൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.